എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനി വസുന്ധരാമ്മയോട് പറയണ അല്ല, അവളോട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് അവള് ഹോസ്പിറ്റലിൽ പോകുന്നില്ല, മറ്റുള്ളവർ കൂടെ അസുഖം പിടിപ്പിക്കാനായിട്ട്. അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ വസുന്ധരാമ്മ പറഞ്ഞു, അല്ല ദേവേനി, നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണേ? അതിന് മാത്രം അസുഖം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്ന് പറയണ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദർശ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ലേ, അതിന്റെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയണ. ഇത് കേട്ടപ്പോ ദേവയാനി പറഞ്ഞു, എന്തോ എനിക്ക് അങ്ങനെ അങ്ങ് തോന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കുമാണ് ആദർശം നയനയും കൂടെ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ദേവയാനി ചോദിച്ചു, നീ ഇവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാനോടാന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അല്ല ഹോസ്പിറ്റലിലല്ല അല്ല എന്ന് പറയണ. മുത്തശ്ശി ചോദിച്ചു, അല്ല പിന്നെ എങ്ങോട്ടാ നീ ഇവളെ കൊണ്ട് പോകുന്നേ? ഇവൾക്ക് വയ്യാതിരിക്കുക എന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നല്ലേന്ന് ചോദിക്കും. അത് പിന്നെ മുത്തശ്ശി, ഇവളെ ഞാൻ ഇവളുടെ വീട്ടിൽ കൊണ്ടുപോകാന്ന് പറയണ. ഇവൾക്ക് വീട് വരെ ഒന്ന് പോണെന്ന് പറഞ്ഞു, അതാന്ന് പറയണ. പെട്ടെന്ന് ദേവേനെ ഇങ്ങോട്ട് എഴുന്നേറ്റു. വീട്ടിൽ പോവാനോ? അതെന്തിനാ ഈ സമയത്ത് ഇവളെ വീട്ടിൽ കൊണ്ടാക്കുന്നേ? അതല്ല, ഇവൾക്ക് വീട്ടിൽ പോണെന്നൊരു ആഗ്രഹം പറഞ്ഞു. വസുന്ധരാമ പറഞ്ഞു, അത് പിന്നെ മോൾക്ക് ചിലപ്പോൾ മോളുടെ അച്ഛനെ അമ്മേനെയൊക്കെ കാണാൻ തോന്നിയിട്ടുണ്ടായിരിക്കും. നമുക്ക് മക്കൾക്ക് ആർക്കെങ്കിലും അസുഖം വന്നു കഴിയുമ്പോഴത്തേനും അച്ഛനും അമ്മയ്ക്കാണുള്ള ഒരു സമാധാനക്കേട്. അതുപോലെ തന്നെ മക്കൾക്കാണല്ലോ ശരി, അച്ഛനും അമ്മേനും കാണുമ്പോൾ ഒരു ആശ്വാസമല്ലേ. അപ്പൊ അതുകൊണ്ടായിരിക്കും ദേവേനി എന്ന് പറയണം. ദേവേനി പറഞ്ഞു, ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെ വീട്ടിലേക്ക് ഓടിപ്പോനായിട്ടോ? അതിന്റെ കാര്യം എന്താ, ഇപ്പൊ വീട്ടിലേക്കൊന്നും പോകണ്ടെന്ന് പറയണം. ആദർശ് പറഞ്ഞു, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇപ്പൊ വീട്ടിലേക്ക് പോയാൽ എങ്ങനെ ശരിയാവുന്നേ? വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും? അസുഖം വന്നാൽ ഹോസ്പിറ്റലിലേക്കല്ലേ പോണ്ടേ? കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടികൾ അങ്ങനെ തോന്നുമ്പോ അവർ ഓടി ഓടി വീട്ടിലേക്ക് പോകാൻ പാടുണ്ടോ? അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, അവള് പോവുകയാണെ പോയിട്ട് വരട്ടെ, പിന്നെ പോകേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാ. എന്താ ദേവേനി, നിനക്കിപ്പോ എന്താ അവളെ വീട്ടിലേക്ക് വിടാൻ ഇഷ്ടമില്ലേ? അവളെ പിരിഞ്ഞിരിക്കാൻ ഇഷ്ടമില്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ദേവേനി ഒന്ന് പകച്ചു. ദീമേ, ഈ അമ്മ തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചോ എന്നുള്ള രീതിയില്. പിന്നീട് ദേവേനി പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല, ഇനിയിപ്പൊ ഇവള് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ പുറകെ ആദർശം അങ്ങോട്ടേക്ക് പോ. ആദർശന് ഇവളെ കാണാതിരിക്കാൻ ഒരു ദിവസം പോലും പറ്റില്ലോ. എന്റെ മോനെ അങ്ങോട്ട് വിടാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പോവണ്ടെന്ന് പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടതും നയനയുടെ മുഖം കൊണ്ട് മാറി. നയന പെട്ടെന്ന് പറഞ്ഞു, അതെ ഞാൻ പോകുന്നില്ല അമ്മേ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്നും പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോകുമ്പോ ആദർശ് പറഞ്ഞു, നയനെ നീ വാ, നമുക്ക് പോയിട്ട് വരാന്ന് പറയണം. വേണ്ട ആദർശേട്ടാ, അമ്മേനെ എതിർത്തിട്ട് എനിക്ക് ഒരിടത്തേക്കും പോകണ്ട, ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല, ഞാനിവിടെ ഇരുന്നോളാം എന്നൊക്കെ പറയണം. ഇത് കേട്ടതും ആദർശ് വന്ന് ദേവേനോട് ചമ്മേ, അമ്മ എന്തിനാ അവളെ തടഞ്ഞേന്ന് ചോദിക്കാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അവൾക്ക് അസുഖം ഉണ്ടെന്ന് നീ ഒരു കാര്യം ചെയ്യാം, അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ വേണ്ടേ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വസുന്ധരാൻ പറഞ്ഞു, ഇനിയിപ്പോ വേറെന്തെങ്കിലും ആണെന്ന് അറിയത്തില്ല ഈ തലവേദന എന്ന് പറഞ്ഞാല്. വേറെന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ എടാ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളൊക്കെ സാധാരണ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകും, എന്തിനാണെന്നറിയാവോന്ന് ചോദിക്കുകയാണ്. ദേവേന് പറഞ്ഞു, അങ്ങനെ എന്തേലും ആണോ? പ്രഗ്നൻസി മറ്റും ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ പരിചയത്തിലുള്ള ഡോക്ടറുണ്ട്, അവരെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറയാന്ന് പറയാം. ആ സമയം അങ്ങോട്ടേക്ക് പോയ നയന ഇത് കേട്ടു. പെട്ടെന്ന് തന്നെ നയന തിരികെ വന്നിട്ട് പറഞ്ഞു, അതെ അതിന്റെ ആവശ്യമൊന്നുമില്ല മുത്തശ്ശി, എനിക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല, ഞാൻ പോയെന്ന് കുറച്ച് കിടന്നാൽ മാത്രം മതി, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് കയറി പോവാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് നവ്യ അവിടെ നിൽക്കുന്നുണ്ട്. നയനെ കണ്ടത് ഓടി വന്നിട്ട് ചോദിച്ചു, അല്ല നീ വീട്ടിൽ പോകുന്നോട്ട് പോയില്ലെന്ന് ചോദിക്കാം. ഇല്ല പോയില്ല, അതെന്ത് പറ്റി? ആദർശന്റെ അമ്മ പറഞ്ഞു പോകണ്ടാന്ന്. അവർക്കിത് എന്തിന്റെ സൂക്കാടത്? നീ പോണ വേണ്ട തീരുമാനിക്കും നീയല്ലേ. ഇത് നയനെ അവരുടെ താളത്തിനൊത്ത് നീ തുള്ളാൻ പോരെന്ന് പറയണം. അത് പിന്നെ അമ്മ പറഞ്ഞാ പിന്നെ ചിലപ്പോ അവർക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ, ചിലപ്പോ ഉണ്ട് ഇതുപോലെയൊക്കെ ഓരോ വയ്യാവേലികളും കൂടെ. സത്യം പറഞ്ഞ അവരുടെ ക്യാരക്ടർ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയണം. ആ സമയം നയനെ ഇങ്ങനെ ആലോചിക്കണം. പിന്നീട് നവി പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പൊ ആദർശന് നിന്നോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിച്ചു വെച്ചോണ്ടിരിക്കുന്നത്. ആദർശന്റെ സ്നേഹം പോകാൻ നീ നോക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, ആദർശേണ്ണ എന്നെ ഇഷ്ടമില്ല വിടാനായിട്ട്, കാരണം എന്നെ കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആദർശേണ്ണ അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ നവി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, ആദർശന്റെ സ്വഭാവത്തിൽ അത്ര പെട്ടെന്നൊന്നും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, കാരണം ആണുങ്ങളുടെ സ്വഭാവം എപ്പോഴും ഏത് സമയത്താ മാറുന്നതെന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ. നിനക്ക് എന്നും ഇങ്ങനെ സന്തോഷം ഉണ്ടാവണം, അതാ എന്റെ ആഗ്രഹം എന്നൊക്കെ പറയണം. എന്നാ പോയി നീ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ആ സമയം അനാമിക മൂട്ടിന് തീ പിടിച്ച പോലെ നേരെ രേവതിയുടെ വേണുവിന്റെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് രേവതിയോടും വേണുവിനോടും പറഞ്ഞു, ഒരുത്തൻ എന്റെ ഭർത്താവെന്ന് പറയുന്ന ഒരുത്തന് കാൽ കാശിന് കൊള്ളത്തില്ലാത്തവന്, അല്ലെങ്കിൽ തന്നെ ഭർത്താവ് ഉദ്യോഗം പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ അവനെ കൊണ്ട് എനിക്ക് ഒരു പ്രയോജനം ഇല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ രേവതി എന്താ മോളെ കാര്യം? എന്താന്നോ, 3 ബ്രാഞ്ചിന്റെ മേൽനോട്ടം അവന് കൊടുത്തിട്ടുണ്ട്, പക്ഷേങ്കില് ഇന്ന് വരെ അവൻ അങ്ങനെ
സ്ഥിരമായിട്ട് അവിടെ പോവുക, അവിടുത്തെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നില്ല. അവനാണെങ്കിലോ കണ്ട പെണ്ണുങ്ങളോടൊപ്പം ചുറ്റിയടിക്കാനാ താല്പര്യം. ഇന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടു, അവിടെ ഉണ്ടല്ലോ ആ നന്ദു, അവനോടൊപ്പം ചുറ്റിയടിക്കുന്ന എന്റെ ഭർത്താവിനെന്ന് പറയണം. രേവതി സത്യമാണോ മോളെ ചോദിക്കുക. പിന്നല്ലാതെ ഞാൻ എന്തിനാ കള്ളത്തരം പറയണമെന്ന് ചോദിക്കുക. അവൾ SI ട്രെയിനിങ്ങിന് പോവാ. അവൾ SI ട്രെയിനിങ് പോയിട്ടുണ്ടെങ്കിൽ, അവളങ്ങനെ SI ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തിരിച്ചടി ആയിരിക്കും വെച്ചാന്ന് പറയണം. അല്ല മോളെ, നമുക്ക് എന്ത് തിരിച്ചടി അറിയത്തില്ലേ? അവിടെ നെക്ലേഴ്സ് മോഷണം പോയി, പാലി വിഷം കലർത്തി, അങ്ങനെ എന്തെന്തൊക്കെ പരിപാടികളോ ഉണ്ടാക്കി വെച്ചേ. അതൊക്കെ മിക്കവാറും അവള് കണ്ടെത്തും. അങ്ങനെ വന്നിട്ടുണ്ടേ അറിയാലോ, എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ അല്ലെങ്കിൽ തന്നെ ഈ അനിയെ സ്നേഹിച്ചിട്ടില്ല. അനിയോടൊപ്പം ജീവിക്കുന്ന പോലും അവന്റെ സ്വത്തും പണവും ഒക്കെ കണ്ടിട്ടാ. അത് കുറച്ചെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തലയെ ഊരിക്കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോരാം. പക്ഷെ അതുവരെ എനിക്ക് അവിടെ പിടിച്ചു നിന്നേ മതിയാവുള്ളൂ. അച്ഛനും അമ്മയും എന്തെങ്കിലും ചെയ്യണമെന്ന് പറയണം. ഇത് കേട്ടതും വേണു പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറയണം. രേവതി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും കളികൾ പ്ലാൻ ചെയ്യണം. അവൾ ഒരു കാരണവശാലും SI ആവാൻ പാടില്ലെന്ന് പറയണം. അനാമ പറഞ്ഞു, ശരിയാമേ, ഒരിക്കലും അവളെ SI ആവാൻ പാടില്ലെന്നൊക്കെ പറയണം. പിന്നീട് അനാമിക വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനി അവിടെ ഉണ്ടായിരുന്നു. അനി മുടിയൊക്കെ ചീവിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, അല്ലടാ നീ അങ്ങോട്ടൊന്നും പോകുന്നില്ലേ? നിന്നെ 3 കമ്പനിയുടെ മേൽനോട്ടം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, 3 ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് നീ എന്താടാ അങ്ങോട്ട് പോകാത്തതെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, ഞാൻ പോകാൻ റെഡിയാവുമെന്ന് പറയണം. അതെ, നേരത്തെ കാലത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, സമയമാകുമ്പോൾ അങ്ങോട്ട് പോയാൽ മതി അനി പറയാം. അതേടാ എനിക്കറിയാം, അല്ലെങ്കിൽ നീ അങ്ങനെയാണല്ലോ, നിനക്ക് അതിന്റെ കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് നിനക്കൊരു താല്പര്യം ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ടത് അനാബി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഭർത്താവാന്ന് പറഞ്ഞ് നടക്കുന്നു. ഇത്രയും കാലമായിട്ടും എന്നെ ഒന്നും മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ലെന്ന് പറയണം. അനി പറഞ്ഞു, എന്തിനു മൈൻഡ് ചെയ്യണം? അല്ലെങ്കിലും നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനാബി പറഞ്ഞു, അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, രാവിലെ നീ എങ്ങോട്ടാ പോയത്? രാവിലെ എങ്ങോട്ടാ സാധാരണ നടക്കാൻ പോന്നേ? ഓ, അപ്പൊ നീ നടക്കാൻ പോയതാണല്ലേ എന്ന് ചോദിക്കുക രാവിലെ. എന്താ? അല്ല, നടക്കാൻ പോയിട്ട് ആരെങ്കിലും കണ്ടോ? ചിലപ്പോ കണ്ടെന്നിരിക്കും, ചിലപ്പോ കണ്ടില്ലെന്നായിരിക്കും എന്ന് പറയണം. ഓ, അങ്ങനെയൊക്കെയാണോ? അപ്പൊ നിന്റെ ഫ്രണ്ട്സിനെ മാത്രമല്ല നീ കണ്ടതല്ലേന്ന് ചോദിക്കണം. നീ എന്താ അനാമിക രാവിലെ തന്നെ ചൊറിയാൻ വന്നേക്കുവാണെന്ന് ചോദിക്കണം. ഫ്രണ്ട്സിനെ മാത്രമല്ല, ഞാൻ നന്ദുവിനെ കണ്ടായിരുന്നു, അവളോട് സംസാരിക്കുകയും ചെയ്തു. എന്താ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാ നീ പോയി കേസ് കൊടുക്കാനും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് വെട്ടിത്തിരിഞ്ഞ് പോകുന്ന നേരത്ത് അനിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് വന്ന് പിടിക്കണം അനാമിക. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ നീ അങ്ങോട്ട് 5 ഡയലോഗ് അടിച്ചിട്ട് പോയാലോ? എനിക്കറിയാടാ, നിനക്ക് അവളെ ഇതുവരെയായിട്ടും മറക്കാനോ ഉപേക്ഷിക്കാനോ സഹായിച്ചിട്ടില്ലെന്ന്, നിന്റെ ഫ്രണ്ടാണ് പോലും എന്ന് പറയണം. ഇത് കേട്ടപ്പോ അനി ചോദിച്ചു, അല്ല നിനക്ക് ഫ്രണ്ട്സ് ഇല്ലേന്ന് ചോദിക്കുക. നീ അവരോടൊപ്പം ചുറ്റി നടക്കുന്നില്ലേ? ഞാൻ എന്നേലും നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു ഒരുത്തന്റെ ബൈക്കിന്റെ പിന്നിരുന്ന് നീ പോണേ. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു പോലുമില്ല. എന്താ, നിന്റെ ഫ്രണ്ടാന്ന് നീ പറയണം. അതെ, അതെന്റെ ഫ്രണ്ട് തന്നെ ആയിരുന്നു പറയാം. ഫ്രണ്ട് ആണെങ്കിലും കൊള്ളാം, ബൈക്കാണെങ്കിലും കൊള്ളാം, ഞാൻ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിനക്കും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, പറഞ്ഞ മനസ്സിലായല്ലോ എന്നും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് വെട്ടിത്തിരിഞ്ഞ് പോവാണ്. അനാമിക ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം താനെടുത്ത് ഒരുത്തന്റെ ബൈക്കിന്റെ പുറകെ പോകുന്ന കണ്ടിരിക്കുന്നു. അത് തനിക്ക് അപകടമാണ്, അതൊരിക്കലും പാടില്ല. തന്റെ കാമുകനാന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താ സംഭവിക്കുന്നത് പോലും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവനെ പോലുള്ള ഒരുത്തനോട് സ്നേഹം നടിച്ചിട്ട് ഭാവിച്ചിട്ട് കാര്യം കൂടെ ഇല്ലല്ലോ എന്നൊക്കെ അനാമി ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് ദേവേനി നേരെ നയനയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. നയനയുടെ മുറി ചെന്നപ്പോൾ നയനയെ കണ്ണടച്ച് കിടക്കുവാണ്. പിന്നീട് ചെന്നിട്ട് പറഞ്ഞ, അതേ നീ ഒരു കാര്യം ചെയ്യ്, ഈ തുളസയില ഇട്ടിച്ചിരി ആവി പിടിക്കാനും പറഞ്ഞിട്ട് തുളസയില അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുകയാണ്. ആ സമയം നയന പറഞ്ഞു, കുഴപ്പമില്ലമ്മേന്ന് പറയണം. അല്ല, നിനക്കിനി നിന്റെ വീട്ടിലേക്ക് പോകണം തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ, നീ ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് കുറഞ്ഞില്ലെങ്കിൽ നീ പോയാൽ മതി എന്ന് പറയണം. അല്ല, ഇനിയിപ്പം അസുഖം കൂടുതലാൻ പറ്റുവാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയണം. ഇനിയിപ്പം മടിയുണ്ടെങ്കിൽ നീ ആദർശനോടൊപ്പം പോകാനായിട്ട് നിനക്ക് എന്തെങ്കിലും താല്പര്യക്കുറവ് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, ആദർശനോടൊപ്പം പോകാൻ എനിക്ക് താല്പര്യക്കുറവോ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. അല്ല, ഇനി അവന് കൊണ്ടുപോകാൻ ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോയിക്കോളാം, എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, കുഴപ്പമൊന്നും ഇല്ലമ്മേന്ന് പറയണം. പിന്നീട് ദേവേനി നയനയുടെ അരികിട്ടിരുന്നു. ആ നെറ്റിയിലൊക്കെ ഒന്ന് കൈവച്ച് നോക്കുവാണ്. ചൂടൊന്നും ഇല്ലല്ലോ, ചിലപ്പോൾ ഉൾപ്പനിയായിരിക്കും എന്ന് പറയണം. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അത് ശരിയമ്മേന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നീ ഇത് ആവി വലിച്ചിട്ട് കിടക്ക്, കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ കുറവായിരിക്കും, അങ്ങനെ കുറഞ്ഞില്ല നമുക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാന്ന് പറയണം. ഇതിന്റെ പേര് വീട്ടിലേക്ക് പോയി വീട്ടുകാരെ ശല്യപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. അങ്ങനെ ദേവേനി പതുക്കെ എഴുന്നേറ്റു. അവളെ ഒന്ന് തലോടിയെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം നയനെ ആലോചിച്ചു, അമ്മയുടെ സ്വഭാവം അങ്ങോട്ട് മനസ്സിലാകുന്നില്ലോ, എന്താണെന്നറിയില്ല. അമ്മയ്ക്ക് പണ്ടത്തെ പോലെ ഒന്നുമല്ല, തന്നോട് നല്ല സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ അമ്മ പറയത്തില്ല, എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചാൽ മതി, ഞാനിവിടെ ഉണ്ടല്ലോ എന്നൊക്കെ.
അങ്ങനെ പറയണമെങ്കിൽ അമ്മയ്ക്ക് തന്നെ അത്ര ഇഷ്ടമാണെന്നല്ലേ കരുതേണ്ടേ. അങ്ങനെയൊക്കെ നയനെ ചിന്തിക്കുകയാണ്. ഈ സമയം രണ്ട് ചെറുപ്പക്കാര് ഒരു പെണ്ണുവാണും കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ദേ അവള് വരുന്നുണ്ടെന്ന് പറയണ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. എന്നാൽ ശരി നമുക്ക് ആക്ടിങ് തുടങ്ങാന്ന് പറയണ. അങ്ങനെ എന്ത് ചെയ്യാണ്, ആ പയ്യൻ എന്ത് ചെയ്യാണ്, അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എടി നിന്നെ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് വമ്പാൻ പ്രകടനം തന്നെ. ഇത് കണ്ടോണ്ടാ നന്ദു വരുന്നേ. നന്ദുവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇങ്ങനെ നടുറോട്ടി വെച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാല്? നന്ദു കയറി അങ്ങോട്ട് ഇടപെടുവാണ്. കൈ വിടറാന്ന് പറഞ്ഞിട്ട് അവന്റെ കർണം തീർത്തുനിന്ന് പൊട്ടിച്ചു. പിന്നെ നന്ദുവിന്റെ ആ സംഹാര താണ്ഡവമായിരുന്നു. അവൾ അന്തം വിട്ട് നിൽക്കുകയാണ്. അവനാണെങ്കിൽ നന്ദുവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനും പറ്റിയില്ല. അവനെ അടിച്ച് പഞ്ഞിക്കിട്ടു. പഞ്ഞിക്കിട്ട് ഞാൻ പറഞ്ഞു, എടാ പെൺകുട്ടികളുടെ ഒക്കെ മാന്യമായിട്ട് പെരുമാറണം. സത്യം പറയടാ, നീ എന്തിനാ ഇവളെ ഉപദ്രവിച്ചെന്ന് ചോദിക്കണം. അത് പിന്നെ ഇവൾ എന്നെ തേച്ചിട്ട് പോയെന്ന് പറയണ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെയാണ്ടാ കാണിക്കണേ എന്നും പറഞ്ഞോണ്ട് 4 ചവിട്ടും തൊഴിയും കൂടെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ സമയം അവനൊരു ബിയർ കുപ്പി എടുത്ത് എറിഞ്ഞു. ഭാഗ്യത്തിന് നന്ദു ഇങ്ങനെ തല കുണിച്ചുകൊണ്ട് തല വീണ് പൊട്ടിച്ചെതറിയില്ല. നന്ദുവിന് ഒന്നുകൂടെ ദേഷ്യം ചെന്നു. നന്ദു വീണ്ടും അവനെ പോയി തല്ലുവാണ്. ഈ സമയത്ത് അതെല്ലാം കണ്ടിട്ട് ആ പെൺകുട്ടി പണി പാളിയല്ലോ എന്നൊക്കെ ഓർത്തിട്ടിരിക്കുകയാണ്. കാരണം നന്ദുവിന് മൂന്നാല് ആണുങ്ങൾ ഒരുമിച്ച് വന്നാലും നന്ദുവിന് ഒരു പ്രശ്നമില്ല. അവരെയൊക്കെ ഇടിച്ച് പഞ്ചറാക്കാൻ കഴിവുള്ളവളാണ് നന്ദു. അത് പക്ഷെ അവൻ അറിയത്തില്ലായിരുന്നല്ലോ. പിന്നീട് നന്ദു എന്നിട്ട് ആ പെൺകുട്ടിയോട് ഇനി പേടിക്കൊന്നും വേണ്ട കേട്ടോ, അവന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല, എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ആ പെൺകുട്ടി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതിന്റെ ലിങ്ക് കയറി എല്ലാവരും ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെയും വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.